ഇന്ന് പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള ഒന്നാമത്തെ ഞായറാഴ്ചയാണ്. അതോടൊപ്പം തന്നെ നാളെ മുതൽ സഭയിൽ ശ്ലീഹന്മാരെ അനുസ്മരിച്ചുകൊണ്ട് ശ്ലീഹാ നൊയമ്പ് സമാരംഭിക്കുകയാണ്. പരിശുദ്ധ പരുവില തിരുമേനിയുടെ ജന്മദിനം കൂടെയാണ് ഇന്ന്. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ 172 വയസ്സ് പൂർത്തിയാക്കി 173 വയസ്സിലേക്ക് പ്രവേശിക്കുന്ന ദിവസം. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണല്ലോ ജൂൺ 15. അങ്ങനെ ഈ ദിവസത്തിന് പല വിധത്തിൽ പ്രാധാന്യമുണ്ട് എന്ന് ആമുഖമായി ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് വിശുദ്ധ ഏവൻഗേലിയോനായി വായിച്ചത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ ആദ്യ അധ്യായങ്ങളിലെ ഒരു ഭാഗമാണ്. നമ്മുടെ കർത്താവ് പരിശുദ്ധ യൂഹാനോൻ മാബ്ദാനിയെ തൻ്റെ അടുക്കിലേക്ക് വന്ന ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഭാഗമാണ്. നമ്മുടെ കർത്താവ് 12 ശ്ലീഹന്മാരെ തെരഞ്ഞെടുത്ത് അവരെ ശമ്മാശന്മാരാക്കി 3.5 വർഷക്കാലം കൂടെ കൊണ്ടു നടന്ന് പരിശീലനം കൊടുത്തു. ഉയർപ്പിന് ശേഷം മർക്കോസിൻ്റെ മാളികയിൽ വെച്ച് അവരുടെ മേലൂതി കഹനൂസാ സ്ഥാനം അവർക്ക് നൽകി. കർത്താവിൻ്റെ സ്വർഗാരോഹണ ദിവസം ഒലിവുമലയിൽ വെച്ച് യൂദ ഒഴികെ ബാക്കി 11 പേർക്ക് മേൽപ്പെട്ട സ്ഥാനം കർത്താവ് നൽകി. അതിനുശേഷം യെരൂശലേമിൽ മാളികയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥന നടത്തിയവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവസിച്ച് അവരെ ലോകവിജ്ഞാനികളും ധൈര്യമുള്ളവരും ആത്മീയ ശക്തി കൊണ്ട് നിറഞ്ഞവരുമാക്കി തീർക്കുകയും ചെയ്തു. സഭ പണിയുന്ന ആരംഭഘട്ടമാണ്. അതിൻ്റെ ഓർമ്മയായിട്ടാണ് ഇന്ന് യൂഹാനോൻ മാബ്ദാനിയെക്കുറിച്ച് കർത്താവ് ഓർപ്പിക്കുന്നത്. പെന്തിക്കോസ്തി പെരുന്നാൾ ദിവസം സഭയുടെ ബാപ്റ്റിസമാണെന്നാണ് പിതാക്കന്മാർ പറയുന്നത്. ക്രിസ്തീയ സഭയുടെ മാമോദീസ, പരിശുദ്ധാത്മാവിലുള്ള ചൈതന്യവും മാമോദീസായും നടന്ന ദിവസമാണ് പെന്തിക്കോസ്തി. പ്രിയപ്പെട്ടവരെ, വെള്ളത്താലുള്ള സ്നാനം യോഹന്നാനിലൂടെ ആരംഭിച്ചെങ്കിൽ പെന്തിക്കോസ്തി പെരുന്നാൾ ദിവസം പരിശുദ്ധാത്മാഭിഷേകത്താൽ ആദിമസഭ ശക്തിയുള്ളവരായി തീർന്നു. യോഹന്നാനെ കുറിച്ച് പറയുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ കൃപാലുവായ ദൈവം എന്നാണ്. യാഹ്വേ ഹാസ് ബീൻ ഗ്രേഷ്യസ്, ഗോഡ് ഈസ് ഗ്രേഷ്യസ്. യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം അങ്ങനെയാണ്, കൃപാലുവായ ദൈവം. യോഹന്നാൻ പാപമോചനത്തിനുള്ള മാമോദീസ നൽകി. അനേകരും മാമോദീസ ഏറ്റു. എന്നാൽ കുറച്ച് ആളുകൾ മാമോദീസ ഏൽക്കാതെ പരീശന്മാരും സാധുക്യരും യഹൂദ പ്രമാണിമാരും മാമോദീസ ഏൽക്കാതെ ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു. അതിനെക്കുറിച്ചും കർത്താവ് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കർത്താവ് അതിനൊരു ഉദാഹരണം കൂടെ ഈ എവൻഗേലിയോനിൽ പറയുന്നുണ്ട്. വഴിയോരങ്ങളിലിരുന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പാട്ടുപാടിയിട്ട് നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ വിലാപഗാനങ്ങൾ ആലപിച്ചിട്ട് നിങ്ങൾ കരഞ്ഞില്ല എന്നൊക്കെ പരസ്പരം വിളിച്ചു പറയുന്ന പൈതങ്ങളോട് ഇവർ സദൃശരാകുന്നു എന്നുള്ളതും കർത്താവ് സൂചിപ്പിക്കുന്ന ഒരു ഭാഗം. പ്രിയപ്പെട്ടവരെ,
യോഹന്നാനെ തിരിച്ചറിയുവാൻ അന്നത്തെ യഹൂദ സമുദായത്തിൽപ്പെട്ടവർക്ക് സാധിച്ചില്ല. അവർ യോഹന്നാന്റെ സ്നാനം സ്വീകരിച്ചതുമില്ല. എന്നാൽ പാവപ്പെട്ടവർ യോഹന്നാന്റെ അനുതാപ സ്നാനം സ്വീകരിക്കുകയും ചെയ്തു. യോഹന്നാനെ കുറിച്ച് കർത്താവ് പറയുകയാണ്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല, എന്നാൽ സ്വർഗരാജ്യത്തിൽ ചെറിയവൻ അവനേക്കാൾ വലിയവനാകുന്നു എന്ന് കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്. ഇന്നും നാം ഇന്ന് ജീവിക്കുന്ന ഈ കാലികമായ സമൂഹത്തിലും ഒരുപക്ഷേ ഇതുപോലെയുള്ള യോഹന്നാൻ മാബ്ദാനമാരുണ്ട്. ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സാധുക്കളായ മനുഷ്യർ അന്നെന്ന് പോലെ ഇന്നുമുണ്ട്. പക്ഷെ അവരെ ആരും തിരിച്ചറിയുന്നില്ല. മാധ്യമങ്ങളുടെയും മറ്റും പ്രചരണം ലഭിക്കുന്നവരെ മാത്രമേ സമൂഹം ഇന്ന് തിരിച്ചറിയുന്നുള്ളൂ. പാവപ്പെട്ടവർ, ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ, ദൈവത്തിനു വേണ്ടി തീഷ്ണതയോടെ പ്രവർത്തിക്കുന്നവർ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അവരെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. യോഹന്നാൻ മാബ്ദാനെ കുറിച്ച് പറയുമ്പോൾ എല്ലാം ചപ്പും ചവറുമെന്നെണ്ണി ഒട്ടകത്തോലിൻ്റെ വസ്ത്രവും ധരിച്ച് കാട്ടാറിൽ നിന്ന് വെള്ളവും കുടിച്ച് പഴങ്ങളും കഴിച്ച് ജീവിച്ച ഒരു സന്യാസി ശ്രേഷ്ഠൻ, ആർജനമല്ല വർജനമാണ് ദൈവീകമെന്ന് പഠിപ്പിച്ച വ്യക്തി, സത്യത്തെ പ്രഘോഷിച്ചവനാണ്. സത്യത്തിനു വേണ്ടി അവസാനം ശിരച്ഛേദമേൽക്കേണ്ടി വന്ന ഒരു വലിയ മഹാവിശുദ്ധൻ. അങ്ങനെ യോഹന്നാൻ മാബ്ദാനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനും ചിന്തിക്കുവാനുമുണ്ട്. ഞാൻ വിശദമായിട്ട് സ്നാപക യോഹന്നാനെ കുറിച്ച് ഇപ്പോൾ പ്രസംഗിക്കുവാൻ സമയമെടുക്കുന്നില്ല. ഇതുപോലെയുള്ള തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ആർജിക്കേണ്ടതാണ്. സത്യത്തിന് സാക്ഷികളായിരിക്കാൻ ധൈര്യമായി ജീവൻ പോയാലും സത്യത്തിന് സാക്ഷികളായി നിൽക്കുവാൻ നമുക്കും സാധിക്കണമെന്നുള്ള ഒരു പാഠമാണ് യോഹന്നാൻ സ്നാപകനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വർജനമാണ്, കൂട്ടിവെക്കലല്ല. എല്ലാം വർജിക്കുവാനും ഉള്ളത് സാധുക്കളുമായി പങ്കിടുവാനും കഴിയുന്ന ജീവിത ശൈലിയാണ് യോഹന്നാൻ സ്നാപകന്റെ ജീവിത ശൈലി. യോഹന്നാൻ സാക്ഷ്യം പറഞ്ഞു ക്രിസ്തുവിനെ. പിതാക്കന്മാർ പറയുന്നത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ക്രിസ്തുവിൻ്റെ സാക്ഷിയായിരുന്നു. കന്യകമറിയാം എലിശബായുടെ അടുക്കിലേക്ക് ചെന്നപ്പോൾ യോഹന്നാൻ സ്നാപകൻ എലിശബായുടെ ഉദരത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുകയും ആത്മാനന്ദത്താൽ തുള്ളുകയും ചെയ്തു എന്നുള്ളതും വേദപുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ യോഹന്നാൻ സ്നാപകന്റെ ക്രൈസ്തവ സാക്ഷ്യം തൻ്റെ അമ്മയുടെ ഗർഭം മുതൽ അവസാനം ഹെരോദാ രാജാവ് ശിരച്ഛേദം ചെയ്യുന്നത് വരെയും അനവരതം ക്രിസ്തുവിൻ്റെ സാക്ഷിയായിരുന്നു. മരിച്ചതിന് ശേഷവും അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. യോഹന്നാൻ ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്താ സംസാരിക്കുന്നത്? ഞാനീ പറഞ്ഞ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ആർജനമല്ല വർജനമാണ് ആധ്യാത്മിക ജീവിതം. രണ്ടാമത്, സത്യത്തിനു വേണ്ടി സാക്ഷ്യം നിൽക്കണം. നഷ്ടമായാലും എല്ലാം പോയാലും കൊള്ളാം,
മരണമേൽക്കേണ്ടി വന്നാലും ദൈവത്തിനു വേണ്ടി നീതിയുടെ സാക്ഷികളാകുവാൻ, സത്യത്തിൻ്റെ സാക്ഷികളാകുവാൻ നമുക്ക് സാധിക്കണം. ഗർഭം മുതൽ മരണം വരെയും മരണത്തിന് ശേഷവും യേശുവിനെ കുറിച്ച് സാക്ഷിക്കുവാൻ കഴിയണം. ഈ 2-3 കാര്യങ്ങളാണ് ഇന്ന് യോഹന്നാൻ മാബ്ദാനെ കുറിച്ച് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട സൂചനകൾ. ഞാൻ വാക്കുകൾ നിർത്തുകയാണ്. ഇന്നും സമൂഹത്തിൽ നന്മയിൽ, നീതിയിൽ, സത്യത്തിൽ ജീവിക്കുന്ന നല്ല മനുഷ്യരുണ്ട്. അവരെ തിരിച്ചറിയുവാനും അവരുടെ മാതൃക പിൻപറ്റിക്കൊണ്ട് നന്മയിൽ ജീവിപ്പാനും യൂഹാനോൻ സ്നാപകന്റെ പ്രാർത്ഥന നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ വലത്തുകരം നീട്ടി നമ്മേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.